ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ മുനമ്പത്ത് BJP വിജയിച്ചിരിക്കുകയാണ്. ഈ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മുനമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് BJPയുടെ ആദ്യത്തെ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു ക്രൈസ്തവനാണ് താങ്കൾ. വലിയ രീതിയിൽ മുനമ്പത്തെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച, മുനമ്പ സമരത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഈ സമയത്ത് എത്രത്തോളം സന്തോഷം, എങ്ങനെയാണ് അനുഭവങ്ങൾ? സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അതിലുപരി എൻ്റെ വിശ്വാസമാണ് എന്നെ രക്ഷിച്ചത്. കാരണം ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ ഈ വിജയത്തെ. താൻ പാതി ദൈവൻ പാതി എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ എൻ്റെ പാതി ഞാൻ ചെയ്തു, ദൈവം ദൈവത്തിൻ്റെ പാതി ചെയ്തു. അതിലുപരി ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി കിട്ടിയ കുഞ്ഞുമോൻ തന്നെയാണ്. കാരണം ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്, കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ഇവിടെ വരുത്താൻ സാധിച്ചു, അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ സാധിച്ചു. അത് ദ ബെസ്റ്റ് ടീം. എനിക്ക് എൻ്റെ കൂടെ ഞാൻ കൂടെ നടന്നിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും എല്ലാം ദ ബെസ്റ്റ് ടീം, ബെസ്റ്റ് ടാക്ടിക്സ്, ബെസ്റ്റ് ഇലക്ഷൻ എഞ്ചിനീയറിങ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും വിജയമാണ്. കാരണം ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ ആലോചിക്കണം, ഒരു മെമ്പർ പോലും ഇല്ലാത്തൊരു 1800ഓളം പേര് താമസിക്കുന്ന സ്ഥലത്ത് ഒരു മെമ്പർ പോലും ഇല്ല, ഒരാൾ പോലും ഇല്ലാതെ മെമ്പർഷിപ്പ് അവിടെ BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയെ അവതരിപ്പിക്കുക. നിങ്ങൾക്കറിയാം, പാർട്ടീനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, പക്ഷേ അഹോരാത്രം ഞങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി സ്ക്വാഡ് വർക്ക് ചെയ്തു നല്ലൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. നല്ലൊരു കൂട്ടം ആൾക്കാർ, എല്ലാം സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ വെച്ച് ഞങ്ങൾ ചെയ്തതിൻ്റെ ഒരു വിജയമാണ്, കൂട്ടായ്മയാണ്. എല്ലാത്തിലുപരി ഞങ്ങളുടെ മച്ചാനായ കുഞ്ഞുമോൻ്റെ വിജയം കൂടിയാണ്. ഇപ്പോൾ ഈ വഖഫ് ബോർഡിന് എതിരെയും അതോടൊപ്പം തന്നെ ഈ LDFനെതിരെയും UDFനെതിരെയും ഇവിടുത്തെ മുനമ്പൻ ജനതയുടെ ഒരു അരിശം തന്നെ തീർക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നില്ല ഇത്? വഖഫ് ബോർഡിനെതിരെയും, വഖഫ് ബോർഡ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെയും LDFനും UDFനും എതിരെയും എല്ലാത്തിലുപരി ഇവിടെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരു വേറൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു 10-15 പേരടങ്ങുന്ന ഇവിടുത്തെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കുള്ളൂ ഒരു വാർഡിൽ നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഒരു വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലും ഒരു വികാരി ജനറലിൻ്റെ നേതൃത്വത്തിലും യോഗം ചേർന്നിട്ട് BJPയെ തോൽപ്പിക്കണം എന്നുള്ളൊരു അജണ്ട ഉണ്ടാക്കുന്നത് യോഗം ആദ്യമായിട്ടായിരിക്കുള്ളൂ. കാരണം അവരുടെ അജണ്ട ഇപ്രകാരമായിരുന്നു: വേറെ ആര് ജയിച്ചാലും കുഴപ്പമില്ല, BJP ഇവിടെ ജയിക്കരുത്. അതിന് അഹോരാത്രം പരിശ്രമിച്ചു. വികാരിയച്ഛൻ വീടാന്തരം കയറി ഇറങ്ങി കുടുംബ യൂണിറ്റുകളിൽ വികാരിയച്ഛൻ്റെ പ്രസംഗം ഇപ്രകാരമായിരുന്നു: BJP ഇവിടെ വന്നു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് പോലെ ഇപ്പം ബീഫ് തിന്നാൻ പറ്റില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനെ സംസാരങ്ങളുണ്ടായിരുന്നു. അതായത് അദ്ദേഹം നേരിട്ട് പറയാതെ അദ്ദേഹം കുറച്ച് ആൾക്കാരെ കൂടെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ബാക്കിൽ പറയിപ്പിക്കലായിരുന്നു. ഇലക്ഷൻ്റെ തലേ ദിവസം ഇപ്പം ഞങ്ങൾക്ക് വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ തന്നെ ഉണ്ട്. അച്ഛൻ വീടുകളിൽ വിളിച്ച് പറയണമായിരുന്നു, ഒരു കാരണവശാലും BJPക്ക് ചെയ്യരുത്. ശരിക്കും ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ 240-250 വോട്ടിനാണ് ഞങ്ങൾ ജയിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവസാന ദിവസം വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു ഈ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും. കാരണം അവർ സമരം നിർത്തി, ഞങ്ങൾ ആ സമരം ഏറ്റെടുത്തു. അപ്പോൾ അതിനെ പൊളിക്കാനായിട്ട് ഏത് രീതിയിലും BJPനെ, പക്ഷേ ഞാൻ പറയട്ടെ, ഒരു അൾത്താരയുടെ മുന്നിൽ ഒരു മൈക്കുമുണ്ടെങ്കിൽ ഇവർക്ക് എന്തുമാകാമെന്നുള്ളൊരു ധാർഷ്ട്യമുണ്ടായിരുന്നു. പക്ഷെ ഇവർ മറന്നുപോയൊരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞിരുന്നു വെച്ചാൽ ഞങ്ങൾ അൾത്താരയുടെ പിന്നിൽ നിൽക്കുന്ന സർവ്വശക്തനോടായിരുന്നു ഞങ്ങൾ സംസാരിച്ചിരുന്നത് വെച്ചാൽ. ഞാൻ പറഞ്ഞില്ലേ, മുനമ്പം ഞാൻ എന്നും പറയും, മുനമ്പത്തിന് എന്നും ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട്, മാതാവിൻ്റെ കരസ്പർശമേറ്റ ഭൂമിയാണ്. അവിടെ ഒരിക്കലും ഒരു പൈശാചിക ശക്തികൾക്കും അവർ അതിനെതിരെ കാരണം ഞങ്ങൾ സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിന്നിട്ടുള്ളവർ. ഞങ്ങൾ ഒരിക്കലും ഒരു തീവ്രവാദികളുടെ കൂടെ പോയിരുന്നിട്ടും ഞങ്ങളുടെ ഭൂമി എടുക്കുന്ന ആൾക്കാരുടെ കൂടെ പോയിട്ട് നിന്ന് ഇതല്ല. കഴിഞ്ഞ ഞായറാഴ്ച വികാരിയച്ഛൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്: വഖഫ് ബോർഡ് ഇത്ര നല്ല ആൾക്കാരാണ്, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങൾക്ക് ചായ തന്നു. ഇവിടെ സമരം ചെയ്യുന്ന ആൾക്കാർ, ഞങ്ങൾ ക്രിസ്ത്യാനികളും ഹൈന്ദവരും എല്ലാവരും ചേരുന്ന സമരം ചെയ്യുന്ന ഈ സമരപന്തലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് 7 തലമുറ ശാപമേക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഈ സമരം ഏറ്റെടുത്തതിന് സഭക്കെതിരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞങ്ങള് ക്രിസ്ത്യാനികൾ, പക്ഷെ ഞങ്ങളുടെ കൂടെ ഹൈന്ദവരുണ്ട്, അവരെയും അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഈ 8 തലമുറ ശാപം ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞു. ശരിക്കും നിങ്ങൾക്കറിയാൻ പാടില്ല, എന്നെ പ്രത്യേകിച്ച് ദ്രോഹിച്ചേക്കണതിൽ ഒരു കാരണം, ഞാൻ 2026 ഈ പള്ളിയുടെ പെരുന്നാൾ ഏറ്റൊരു വ്യക്തിയാണ്. BJPയിൽ മെമ്പർഷിപ്പ് ആയതുകൊണ്ട് വികാരിയച്ഛൻ എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് എനിക്ക് പെരുന്നാൾ തരില്ലെന്ന് പറഞ്ഞു. ഞാൻ സഭയ്ക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ വന്ന് വികാരിയച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ്, എനിക്ക് വെക്കണമെങ്കിൽ കുഴപ്പമില്ല, വികാരി ജനറൽ ഒരു കാരണവശാലും സമ്മതിക്കണില്ല. ശരിക്കും ഒരു ഉടമ്പടിയാണ്, ഒരു ക്രിസ്ത്യാനി ഒരു പള്ളിയുമായിട്ടുണ്ടാക്കുന്ന ഉടമ്പടികളാണ്. ഞാൻ 2024 ചെയ്തൊരു ഉടമ്പടിയാണ്.
അതാണ് ഒരു തിരുനാളേക്ക എന്ന് പറയുന്നത്. അതൊരു കല്യാണത്തിന് പോകുന്ന ഒരു ഉടമ്പടി. അതിന്ന് വരെയും എന്നെ മാറ്റിക്കളഞ്ഞു. കാരണം ഞാനിവിടെ ബി ജെ പിനെ കൊണ്ടുവന്നു, ഞാനിവിടെ ബി ജെ പിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കണം എന്ന് ഞങ്ങൾ ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. പിന്നെ വേറൊരു ഹോട്ട് ന്യൂസ്, ഒരു നിങ്ങളെപ്പോഴും ഒരു ബ്രേക്കിംഗ് ഇതായിട്ടിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടെ കിരൺ റിജിജു വന്ന ദിവസം ഈ ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനറായ ജോസഫ് ബെന്നി ബാംഗ്ലൂർ ആണെന്നും പറഞ്ഞിട്ട് പോയിരുന്ന് സംസാരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് കിരൺ റിജിജു ഞങ്ങൾ ചതിച്ചത് ഓർമ്മയുണ്ടോ? പിന്നീട് അവൻ മദ്യപിച്ച പറഞ്ഞു എന്നെ വിട്ടത് ബാംഗ്ലൂർ, ഞാൻ വേറെ ഒന്നായിരുന്നില്ല, ഞാൻ വികാരി ജനറൽ അഴച്ച ഒരു സ്ഥലത്ത് ഒളിവിലിരുന്നുണ്ട്, വികാരി ജനറലും വികാരി അച്ഛനും പറഞ്ഞത് കാരണം ആണ് ഞാനിത് പറഞ്ഞത്. ഇതൊരു ഹോട്ട് ന്യൂസ് ആണ്. അവൻ ജോലിക്കൊന്നും പോയില്ല, അവൻ തന്നെ പറഞ്ഞതാണ്. അതിന് വ്യക്തമായി അവൻ ഒരാളോട് സംസാരിക്കണം ടൈപ്പ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞാണ് ഞാനല്ല പോയത്, എന്നെ വിട്ടത് വികാരി ജനറലാണെന്നാണ് പറയണം. അതായത് ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ വേണ്ടി പള്ളിമുറ്റത്ത് ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ വേണ്ടി അവനെ വിട്ടത് വികാരി ജനറലും വികാരി അച്ഛനും കൂടിയാണെന്ന് അവൻ തന്നെ പറഞ്ഞു. അവൻ നിഷേധിക്കാൻ, പക്ഷെ അവൻ പറഞ്ഞത് നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ബി ജെ പിനെ ഏത് രീതിയിൽ തോൽപ്പിക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം, ഏതെല്ലാം രീതിയിൽ ബി ജെ പിനെ ഇതാക്കാം. ശരിക്കും ബി ജെ പി ഇവരോട് മണിപ്പൂർ വിഷയമെല്ലാം കുത്തിപ്പൊക്കാനുള്ള ശ്രമങ്ങളൊക്കെ നന്നായി നടന്നു. മണിപ്പൂരും മുൻപുമായിട്ട് എന്ത് ബന്ധം? അതായത് കഴിഞ്ഞ ദിവസം കുറച്ച് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു, യൂത്ത് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഒരിക്കലും കമന്റുകൾ എന്തൊക്കെയായിരുന്നു ബോർഡിൽ കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് മണിപ്പൂർ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ഛത്തീസ്ഗഡ്, വാട്ട് ബി ജെ പി വിൽ ബി ഡൂയിങ് ദ വിൽ ബി ഹാപ്പനിങ് ഹിയർ. ആ ഒരു രീതിയിലുള്ള കമന്റ്സ് ഇംഗ്ലീഷിലായിരുന്നു. ഭാഗ്യത്തിന് ഭൂരിഭാഗം ആൾക്കാർക്കും മനസ്സിലായില്ല, എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഇവര് ഓരോ പ്ലാൻ ചെയ്ത് ഓരോന്ന് കൊണ്ടുവന്ന് ഇരിക്കണായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും കഷ്ടപ്പെട്ട് വീടാന്തോറും കയറി ഇറങ്ങി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഒന്നും രണ്ടോ ആൾക്കാരല്ല, കുറെ എത്ര പ്രായമുള്ള കാലിന് വയ്യാത്ത ചേട്ടന്മാര്, അപ്പാപ്പന്മാര്, അപ്പച്ചന്മാര് ഞങ്ങളുടെ കൂടെ കയറി ഇറങ്ങി. കാരണം ഞങ്ങൾ ഒരു വീട്ടിൽ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും ഞങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വന്നു. കാരണം ബി ജെ പി എന്താണെന്നും ബി ജെ പി വന്നതെന്ന്. പക്ഷെ നിങ്ങൾ കണ്ടോ, ഞങ്ങളുടെ ലക്ഷ്യം മുനമ്പത്ത് ഞങ്ങൾ ഇവിടെ കയറാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത പഞ്ചായത്താണ്. ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത പഞ്ചായത്ത് ബി ജെ പി പിടിക്കണം. അതിനുള്ള എല്ലാ മാർഗരേഖകളും ഞങ്ങൾ തയ്യാറാക്കി. മുനമ്പത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്ന് അത്ഭുതങ്ങൾ നടത്തി കാണിച്ചു കൊടുക്കും ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ കേന്ദ്രത്തിൽ നല്ല കണക്ഷൻസ് ഉണ്ട്. ഇന്ന് രാവിലെ ഞങ്ങളെ ഏറ്റവും ആദ്യം വിളിച്ച് അഭിനന്ദിക്കുന്നത് സുരേഷ് ഗോപി സാറാണ്. പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത 2 വ്യക്തിത്വങ്ങൾ വേറെയുണ്ട്. ഈ മുനമ്പം ഇന്ന് നിലനിൽക്കാൻ കാരണമായ 2 മാലാഖമാരുണ്ട്. സ്റ്റാലിൻ ദേവൻ സാറ്, ഫാദർ ജോഷി മയാറ്റിലിൻ്റെയൊക്കെ അഗാധ പരിശ്രമം, എല്ലാവരുടെയും സഹായങ്ങൾ, പിന്നെ മീഡിയ, എസ്പെഷ്യലി കുറേ മീഡിയകളുണ്ട് നമ്മളെ സഹായിച്ചേക്കുന്നത്. ഇതെന്താ പറയുക, ഒരു കൂട്ടായ പ്രവർത്തനം, പിന്നെ എല്ലാത്തിലുപരി മാതാവിന്റെ അനുഗ്രഹം. കാരണം ഈ അകാലത്തിൽ പൊലിഞ്ഞുപോയ കുറച്ച് സമര ധീരനായകന്മാരുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പോയ കുറച്ച് ആത്മാക്കളുണ്ട്. ആ ആത്മാക്കളുടെ പ്രാർത്ഥന ജാക്സൺ ചേട്ടൻ. ഒരിക്കലും ഞാൻ ഇന്ന് രാവിലെയും കൂടി ചേച്ചിനോട് ചോദിച്ചു പോകണം, ചേച്ചി ആ ചേട്ടനോട് ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ നമുക്കൊക്കെ ഇവിടെ, കാരണം അത്രയ്ക്കും കാര്യങ്ങളായിരുന്നു ഇവിടെ നടന്നു വരുന്നത്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, അൾത്താരയുടെ മുന്നിൽ നിൽക്കണവനല്ല തീരുമാനിക്കണത് ഞങ്ങളുടെ ഭാവി, അൾത്താരയുടെ പിന്നിൽ നിൽക്കണവനാണ് തീരുമാനിക്കണത് ഞങ്ങളുടെ ഭാവി. ആ പിന്നിൽ നിൽക്കണവനോടായിരുന്നു ഞങ്ങളുടെ അഭ്യർത്ഥന കേൾക്കുകയും ചെയ്ത്. ഓക്കെ, എങ്ങനെയാണെങ്കിലും മുനമ്പം ജനതയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ. താങ്ക് യു.